സാറേ ഒരു ഇതിനാ ഈ സാധാരണ കണ്ടിട്ട് എന്തുകൊണ്ട് വേണം മറ്റേ മോളിൽ പോയ വീഡിയോ ആണോ ഇല്ല സാധാരണ സുഹൃത്തുക്കളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത യുവാവിനെ മുഖത്തുൾപ്പെടെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ചെണ്ണപ്പെട്ട ആനക്കുളം മെത്രാൻ തോട്ടത്തിൽ ജനതാലയത്തിൽ 38 വയസ്സുള്ള ജനേഷ്, വിനോദ് വിലാസത്തിൽ 45 വയസ്സുള്ള വിനോദ്, ചരുവിള പുത്തൻ വീട്ടിൽ 35 വയസ്സുള്ള രാജേഷ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. വനത്തുമുക്ക് അശ്വതി ഭവനിൽ അരുണിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ 29-നായിരുന്നു സംഭവം. വനത്തുമുക്കിൽ അരുണിന്റെ വീടിന് സമീപം രാത്രി 10 മണിയോടെ പിടിയിലായ മൂവർ സംഘം അരുണിന്റെ സുഹൃത്തുക്കളെ അസഭ്യം പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടെത്തിയ അരുണിത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ 2-3 പ്രതികൾ ചെകിട്ടത്തടിക്കുകയും പിന്നീട് കൈകൾ പിടിച്ചു നിർത്തുകയും ചെയ്തു. ഈ സമയം 1-ാം പ്രതിയായ ജനേഷ് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് അരുണിനെ വെട്ടുകയായിരുന്നു. തലയിൽ വെട്ടാൻ ശ്രമിച്ചുവെങ്കിലും ഇത് തടഞ്ഞതിനാൽ മുറിവേൽക്കാതെ രക്ഷപ്പെട്ടു. മൂക്കിലും മുതുകത്തും ഗുരുതരമായി പരിക്കേറ്റ അരുൺ പിന്നീട് ചികിത്സ തേടി. മൂക്കിന് 9 തുന്നിക്കെട്ടുകളാണുള്ളത്. പിന്നീട് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി അഞ്ചൽ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ സാധാരണ കണ്ടിട്ട് എന്തുകൊണ്ട് വേണം മറ്റേ മോളിൽ പോയ വീഡിയോ ആണോ ഇല്ല സാധാരണ ഒന്നും ചെയ്തില്ലല്ലേ? മതി അഞ്ചൽ എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നാട്ടുവാർത്ത അഞ്ചൽ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമാ മക്കളെ. പെർമിറ്റും പേപ്പറുകളും ഓടി നടന്ന് ശരിയാക്കാൻ ഈ വയസ്സുകാലത്ത് എനിക്ക് വയ്യ. പണി നടക്കുന്നിടത്തെന്നും പോയി നിൽക്കാനും കഴിയില്ല. നിങ്ങളുടെ ഓരോ ആശങ്കകളും ഞങ്ങളുടേത് കൂടിയാണ്. SR ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, മറ്റു പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ ഓട്ടങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ സ്വപ്ന വീട് ഉയരുന്നത് 24 മണിക്കൂറും സ്വന്തം ഫോണിലൂടെ ലൈവായി കാണാം. നിങ്ങൾ ഓടേണ്ട, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സഫലമാക്കാം. SR ബിൽഡേഴ്സ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ്. ഇന്ന് തന്നെ വിളിക്കൂ. നിങ്ങളുടെ സ്വപ്ന വീട് വിശ്വാസത്തോടെ നിർമ്മിക്കാം.